വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ എത്രത്തോളം ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെയും കാട്ടി രണ്ടിരട്ടി കൂടുതലായിട്ട് തമിഴ്നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ അത്രത്തോളം ഹൗസ്ഫുൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ് മക്കൾ രണ്ട് കൈനീട്ടി തന്നെ മഞ്ഞുമൽ ബോയ്സിനെ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നല്ല ക്വാളിറ്റി സിനിമ തന്നെയാണ്. വേറൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗുണ തന്നെയാണ്. അതായത് കമലഹാസൻ്റെ ഗുണ റെഫറൻസ് പടത്തിലുടനീളം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് തമിഴ് ഓഡിയൻസിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചിദംബരം, അതായത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരത്തിൻ്റെ കമൽ സാർ ഈ ഒരു മൂവി കാണുന്നതാണ് ശരിക്കത്തെ ക്ലൈമാക്സ് എന്ന രീതിക്കൊക്കെ അത്തരത്തിലുള്ള ഒരു ഫാൻ ബോയ് ആയിട്ട് ചിദംബരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് സംഭവിച്ചിരിക്കുകയാണ്. കമൽ സാർ ഒഫീഷ്യലായിട്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ കൂടെ തന്നെ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പടന്നിൽ ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കമൽ സാറെ മീറ്റ് ചെയ്തതും. മാത്രമല്ല ഗുണ സിനിമയുടെ ഡയറക്ടറായ സന്താന ഭാരതിയും ഇവർ മീറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരുമിച്ചായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ട് കമൽ സാർ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു എന്ന് ഇവരെല്ലാവരും വന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കമൽ സാർ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അതായത് എവിടെയാണ് ഈ ഒരു അൺബോർഡ് കൺമണി അൺബോർഡ് സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നു. ആ സീന് വന്നപ്പോൾ കമൽ സാറിനും രോമാഞ്ചമായിരുന്നു എന്ന രീതിക്ക് ഇവരെല്ലാവരും ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സുഷിൻ ശ്യാം പണ്ട് പറഞ്ഞതുപോലെ മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ഇൻഡസ്ട്രിയുടെ സീനും മാറിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ വരെ കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഇന്നലെ ഉദയനിധി സ്റ്റാലിനെയും ടീം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ടോട്ടൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഇതൊരു പ്രൗഡ് മൊമെൻ്റാണ്. നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമയിലെ നിങ്ങളുടെ ഫേവറേറ്റ് സീൻ ഏതായിരുന്നു എന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.